എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ 6th സെമസ്റ്റർ ബികോമിൻ്റെ പേപ്പറായിട്ടുള്ള ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ 6th സെമസ്റ്ററിൽ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വാച്ച് ചെയ്യാത്തവർക്ക് ആ വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്, അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കൗണ്ടർ ട്രേഡ്, വാട്ട് ഈസ് കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലിബറലൈസേഷൻ, വാട്ട് ഈസ് ലിബറലൈസേഷൻ. അതുപോലെ തന്നെ വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ. ഇതും പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത്. എന്താണ് ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്ന ഒരു ടേം എന്താണ്? അപ്പോൾ ഇതൊക്കെ എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ബിൽ ഓഫ് ട്രേഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. എന്താണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വാട്ട് ഈസ് SDR. SDR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്നുള്ളതാണ്. സോ എന്താണ് SDR എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, വാട്ട് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഡംപിങ്, വാട്ട് ഈസ് ഡംപിങ്. എന്താണ് ഡംപിങ് എന്ന് പറയുന്ന ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ അഗ്രിമെൻ്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. എന്താണ് ഗാട്ട്? സോ അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഗാട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹെഡ്ജിങ്, വാട്ട് ഈസ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ റിസ്ക് കുറക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സോ ഹെഡ്ജിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് വാട്ട് ഈസ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, വാട്ട് ഈസ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് വാട്ട് ഈസ് FDI, അതുപോലെ തന്നെ വാട്ട് ഈസ് FII. എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് FDIയും FIIയും. ഇപ്പോൾ FDI എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ, സോ അത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് FDI എന്ന് പറയാം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ആണ്. അതേപോലെ തന്നെ FII എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് ആണ്. ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ബോൺസിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് FDIയും FIIയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് കോൺട്രാക്ട്, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് കോൺട്രാക്ട്. ദെൻ വാട്ട് ഈസ് GDR. GDR മീൻസ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. വാട്ട് ഈസ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയും. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ഫോർവേഡ് മാർക്കറ്റ്, വാട്ട് ഈസ് സ്പോട്ട് മാർക്കറ്റ്. 2 തരത്തിലുള്ള മാർക്കറ്റാണ്, ഫോർവേഡ് മാർക്കറ്റും അതുപോലെ തന്നെ സ്പോട്ട് മാർക്കറ്റും. സ്പോട്ട് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് ഡെലിവറി ഉണ്ടാവുക, അതായത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സെറ്റിൽമെൻറ്റ്, ഇപ്പോൾ ഷെയറിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് തന്നെ നടക്കുകയാണെങ്കിൽ അത്തരം മാർക്കറ്റിനെ നമ്മൾ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയും. പക്ഷേ ഫോർവേഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ മാത്രമേ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുള്ളൂ, പെട്ടെന്ന് നടക്കില്ല, ഫ്യൂച്ചറിൽ മാത്രമേ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കുള്ളൂ. സോ അതാണ് സ്പോട്ട് മാർക്കറ്റും ഫോർവേഡ് മാർക്കറ്റും. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. വാട്ട് ഈസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, SEZ എന്ന് പറയും. എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ വാട്ട് ഈസ് ബാലൻസ് ഓഫ് ട്രേഡ്, വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ്? ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഗുഡ്സിൻ്റെ എക്സ്പോർട്ടും ഗുഡ്സിൻ്റെ ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുഡ്സിനോടൊപ്പം തന്നെ സർവീസസും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പോർട്ടും ഗുഡ്സ് ആൻഡ് സർവീസസിന് ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് വാട്ട് ഈസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ വാട്ട് ഈസ് താരിഫ് ബാരിയേഴ്സ്, അതുപോലെ തന്നെ വാട്ട് ഈസ് നോൺ താരിഫ് ബാരിയേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താരിഫ് ബാരിയേഴ്സ് എന്താണ്, അതുപോലെ തന്നെ നോൺ താരിഫ് ബാരിയേഴ്സ് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കോൾ ഓപ്ഷനും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനും. വാട്ട് ഈസ് കോൾ ഓപ്ഷൻ, അതുപോലെ തന്നെ വാട്ട് ഈസ് പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ബൈ എന്നുള്ളതാണ് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടു ബൈ. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്നുള്ളത്. വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ട്രേഡ് എഗ്രിമെൻറ്റ്സ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡ് എഗ്രിമെൻറ്റ്സ്. പലതരത്തിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രേഡ് എഗ്രിമെൻറ്റ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫെറ ആൻഡ് ഫെമ. ഫെറ ആൻഡ് ഫെമ. ഫെറ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടും ഫെമ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടും. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ബാരിയേഴ്സ് ആണ് രണ്ടെണ്ണമാണ്, താരിഫ് ബാരിയേഴ്സും അതുപോലെ തന്നെ നോൺ താരിഫ് ബാരിയേഴ്സും. അപ്പം ബാരിയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് MNC, റോൾ ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. റോൾ ഓഫ് MNCs ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് MNCs വഹിച്ചിട്ടുള്ള പങ്ക് എന്താണെന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്, റോൾ ഓഫ് MNC എന്ന് പറയുന്നത്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് WTO. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് WTO. WTO മീൻസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ WTOൻ്റെ ഫങ്ഷൻസും റോളും എന്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ ട്രേഡ് ബ്ലോക്സ് ഓർ ട്രേഡിംഗ് ബ്ലോക്സ്. റൈറ്റ് എ നോട്ട് ഓൺ ട്രേഡിംഗ് ബ്ലോക്സ്. ട്രേഡിംഗ് ബ്ലോക്സിനെ കുറിച്ചുള്ള ഒരു നോട്ട്, ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് RBI ഇൻ ഫോറിൻ ട്രേഡ്. റോൾ ഓഫ് RBI ഇൻ ഫോറിൻ ട്രേഡ്. അപ്പോൾ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ റോൾ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക്. ഫങ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക്. Then what are the important export trade agreements? What are the important export trade documents? What are the important export trade documents? പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ട്രേഡ് ഡോക്യുമെൻറ്റ്സ് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്രേഡ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പാർട്ടിസിപ്പൻസ് ഇൻ ഫോറക്സ് മാർക്കറ്റ്. വാട്ട് ആർ ദ പാർട്ടിസിപ്പൻസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് വേരിയസ് മോഡ്സ് ഓഫ് FDI. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FDI ബന്ധപ്പെട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വേരിയസ് മോഡ്സ് ഓഫ് FDI. FDIൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2-3 തിയറീസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്നാണ് ഫങ്ഷൻസ് ഓഫ് ECGC. ഫങ്ഷൻസ് ഓഫ് ECGC. ECGC പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഫങ്ഷൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റൈറ്റ് എ നോട്ട് ഓൺ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു നോട്ട്, അതും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. WTOൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി 1991 കുറിച്ചുള്ള ഒരു അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡെറിവേറ്റീവ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണുള്ളത്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്. അല്ലെ, ഈ 4 കാര്യങ്ങളാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 4 കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, എക്സ്പ്ലെയിൻ ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ ഇത് ഡെറിവേറ്റീവ്സിനെ ഇൻഡിവിജ്വലി ഓരോന്നായിട്ടും നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊന്നാണ് വാട്ട് ആർ ദ UPCDC നോംസ്. വാട്ട് ആർ ദ UPCDC നോംസ്. എന്തൊക്കെയാണ് UPCDC നോംസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരുപാട് എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. അതിൽ പെട്ടതാണ് നാഫ്ത, സാഫ്ത, യൂറോപ്യൻ യൂണിയൻ, EU എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയന്. ഇതൊക്കെ പ്രധാനപ്പെട്ട എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ആണ്. അപ്പോൾ ഇത് ഈ എക്കണോമിക് ഇൻ്റഗ്രേഷൻസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് നാഫ്തനെ കുറിച്ചാവാം, അല്ലെങ്കിൽ സാഫ്തനെ കുറിച്ചാവാം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെ കുറിച്ചാവാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് essay ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള essay ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു essay ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇത് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് FDI ആൻഡ് വേരിയസ് മോഡ്സ് ഓഫ് FDI എന്ന് പറയുന്നത്. സ്കോപ്പ് ഓഫ് FDI ആൻഡ് വേരിയസ് മോഡ്സ് ഓഫ് FDI. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ് FDI ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം FDIൻ്റെ സ്കോപ്പും വേരിയസ് മോഡ്സ് ഓഫ് FDI തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് WTO ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇമ്പോർട്ടൻസ് ഓഫ് WTO ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ WTOൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അപ്പം WTO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. WTOൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഇൻ്റർനാഷണൽ ട്രേഡ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് WTOക്ക് ഉള്ളത് എന്നുള്ളതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ്, ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2 തരത്തിലുള്ള ബാരിയേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. താരിഫ് ബാരിയേഴ്സും അതുപോലെ തന്നെ നോൺ താരിഫ് ബാരിയേഴ്സും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് essay ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ FDI ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ
WTO ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റിന്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ നമ്മൾ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എസ്എ ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് എസ്എ ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ 6th സെമ്മിൻ്റെ തന്നെ മറ്റുള്ള പേപ്പേഴ്സ്, മോഡേൺ ബാങ്കിങ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.